മഴയാണെങ്കിലും കോൺക്രീറ്റ് ആണെങ്കിലും ഞാൻ സബ്ജക്റ്റിൽ വിളിച്ചായിരുന്നേ. ബോർഡ് തിരിച്ചു എന്ന് വെച്ചാൽ ഇവിടെ ഈ സൈഡ് കൊടുക്കുന്നത് റോഡിൻ്റെ സൈഡിലേക്ക് വണ്ടി ഇത് ചെറിയ നനവുള്ള സ്ഥലമായിരുന്നു. പെട്ടെന്ന് വണ്ടി ഇങ്ങനെ ഇരുന്ന് പോയി. അപ്പോൾ ആ ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്ന സംഭവമാണ്. അപ്പോൾ വളരെയധികം ഡേഞ്ചറാട്ടോ. കാരണം വെച്ചാൽ ഈ നനഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്താൽ റോഡ് സൈഡിലേക്ക് കട്ടിങ്ങിൽ കിടക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ലോഡൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇരുന്നു പോകും. ചിലപ്പോൾ പൈപ്പ് ലൈൻ്റെയൊക്കെ പണി നടന്ന സ്ഥലമായിരിക്കാം. എന്തായാലും കണ്ടമാനം വണ്ടി ഇരുന്നിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെ നമുക്ക് പാടാണ് കേട്ടോ. എന്തായാലും വേറെ അപകടങ്ങളൊന്നും ഉണ്ടായില്ല. നാട്ടുകാരൊക്കെ കൂടിയിട്ട് പിന്നെ ഫയർഫോഴ്സിൻ്റെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് വണ്ടി പൊക്കാനുള്ള ശ്രമം നടക്കുകയാണ്. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. ടിപ്പറ ഇല്ലാന്നോ? നമ്മുടെ പ്രമോദ് മെമ്പർ വന്നിട്ടുണ്ട്. മെമ്പറോടൊന്ന് ചോദിക്കാം. ഞാൻ വിട്ടല് പൊട്ടിക്കാൻ പറ്റുമോ? രക്ഷപ്പെടുത്തില്ലേ ഇതുപോലെ വണ്ടി ചെളിയിട്ട് കൊണ്ട് കുത്തിട്ടെന്ന് പറയുന്നത്. ഇനി വലിച്ചാൽ കയറി പോരൂടാ. ഞാനിവിടെ ഇത് വിളിച്ചിട്ടുണ്ട്. അവിടെ നിൽക്കുക. അതല്ല ഇതിന്റെ അടിയിൽ ഇടാതെ നോക്കി നടക്കുക. ഇപ്പൊ പൊക്കിത്തരാൻ ഞാനേ സാധനം തെറ്റി ഇതാണ്ടോ അത് ഇത്രയും റോഡ് താന്നിട്ടുണ്ട്. അപ്പോൾ ഈ റോഡ് കട്ടിങ്ങിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സംഗതി ഡേഞ്ചറാണ്. നനവൊക്കെ ഉള്ളപ്പോൾ ഇത്രയും തന്നെ താന്നു പോകും. ഇതുണ്ടോ ഈ സൈഡ് കണ്ടോ പാടാണ്. അപ്പോൾ ഡ്രൈവേഴ്സൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. സൈഡ് കിടക്കാൻ നേരത്ത് മാക്സിമം കട്ടിങ്ങിൽ തന്നെ പോകാതെ ശ്രദ്ധിക്കുക. കാരണം മഴ ഉള്ളപ്പോൾ വളരെയധികം ഡേഞ്ചറാണ് സംഭവം. വണ്ടി കയറ്റി കാരണം വണ്ടി തള്ളാൻ കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. ഇതാണോ ഇത്ര വലിയ താഴ്ചയാണ് ഈ റോഡിൻ്റെ കട്ടിങ്ങിൻ്റെ പറഞ്ഞ സംഭവം. അപ്പോൾ ഈ നനവിൽ വണ്ടി ലോഡ് വണ്ടിക്കാണെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ സംഭവം താന്നു പോകും. അപ്പോൾ മഴക്കാലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ.